നന്നായി ജീവിക്കുന്നവർക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റൂ. നന്നായി പ്രാർത്ഥിക്കുന്നവർക്ക് നന്നായി ജീവിക്കാനും പറ്റൂ. നന്നായി പ്രാർത്ഥിക്കുന്നവർക്ക് നന്നായി ജീവിക്കാൻ പറ്റൂ. നന്നായി ജീവിക്കുന്നവർക്ക് നന്നായി പ്രാർത്ഥിക്കാൻ പറ്റൂ. അതുപോലെ അതിനുശേഷം കാലം ചെയ്ത ദിദിമോസ് ബാവ തിരുമേനി പല വേദിയിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന ദൈവത്തോടെ നടന്നെടുക്കുമ്പം ഉപവാസവും നോയമ്പും ദൈവത്തോടെ പറന്നെടുക്കുന്നതാണ്. പിതാക്കന്മാരുടെ എല്ലാം ഇങ്ങനെയുള്ള മനസ്സിൽ പൊരി വിതറുന്ന ധാരാളം ചിന്തകളിൽ കാലം ചെയ്ത ഔഗൻ ബാവ തിന്മയുടെ കൊട്ടേഷൻ പല വേദിയിലും പറയുന്ന പലരും കേട്ട് കാണും. റിപ്പീറ്റായി തോന്നരുത്. കാലഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ അതും പതിയണം. പള്ളിയിലെ പണം എടുത്ത് വീട്ടിലെ പണത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ പണം വെന്തുപോകും. പള്ളിയിലെ സമയമെടുത്ത് വീട്ടിലെ സമയത്തിൻ്റെ കൂടെ ഇട്ടാൽ വീട്ടിലെ സമയം വെന്തുപോകും. കൗമ തെറ്റിച്ചാൽ പിശാച് ചുറ്റിക്കും. പിന്നീടുള്ള 2 വരിയാ പതിയേണ്ടത്. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. എനിക്ക് മുമ്പേ ആരും പള്ളിയിൽ വരരുത്, എന്നെ ആരും ശ്രദ്ധിക്കരുത്. പ്രിയമുള്ളവർ, ഇന്ന് ഒരുപാട് പ്രൊജക്ഷൻ്റെ ഒരു സാഹചര്യമാണ്. നമ്മളൊക്കെ തന്നെ ഈ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പം നമ്മുടെ എല്ലാം ഒരു ചിന്താഗതി പള്ളികൾ പിടിച്ചടക്കുന്ന അത് 232 പേജ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ ഒരു 22 പേജ് മാത്രമേ അത് പറയുന്നുള്ളൂ. ബാക്കി ബറബ്രായ പാലസ്തീനിൽ വെച്ച് എഴുതിയ ഹൂദായ കാനൂൻ, അത് അബ്രഹാം അൽബാനാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആ പരിഭാഷപ്പെടുത്തിയത് ഹൂദായ കാനൂനിൽ പറയുന്ന ദേവാലയത്തിൽ നമ്മൾ എടുക്കേണ്ട സീരിയസ്നെസ്സാണ്. ദേവാലയത്തിൽ കൈയടിക്കരുത്, ദേവാലയത്തിൽ ഫോട്ടോ എടുക്കരുത്, ദേവാലയത്തിൽ അഭിനന്ദനങ്ങളില്ല, നന്ദി പറച്ചില്ല. എന്തിനു വേണ്ടിയുള്ളതാണ്? ഇത് രക്തം കൊണ്ട് വാങ്ങിയ സഭയാണ്. രക്തം കൊണ്ട് വാങ്ങിയ സഭയെ നമ്മൾ സംരക്ഷിക്കണം. ഇത് കണ്ണുനീരെടുക്കാനുള്ളൊരു സഭയാണ്. അതുകൊണ്ട് ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, കാലഘട്ടത്തിന് ആവശ്യമാകാം. എന്നാൽ ഓർക്കുക, സർവശക്തൻ നമുക്ക് തരുന്ന ഈ ഒരു ആയുസ്സിൽ ടേൺ ടു ഗോഡ് ആൻഡ് റിജോയ്സ് ആൻഡ് ഹോപ്പ് എന്ന WCCയുടെ ഒരു വിഷയം ഇന്നും നമ്മുടെ മനസ്സിൽ ആഴമായി പതിയട്ടെ. വളരെ നിർവൃതി നൽകുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ ക്ഷമയുടെ ലാവണ്യം. അതിന് പ്രകാരം ഡയറക്റ്റായ ഒരു അർത്ഥത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ഈ ക്ഷമയുടെ ലാവണ്യം ഈ പരിശുദ്ധ സഭ ഈ ഒരു വർഷം വളരെ നല്ലൊരു ചിന്താവിഷയമായി കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ഇന്നലെ ഇന്നുമായി വളരെ ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ തന്നെ വന്ന് കുറേയേറെ രോഗവും പ്രയാസവുമുള്ള ധാരാളം പേരുണ്ട്. നമ്മളൊക്കെ ഒരു നർമ്മം പറഞ്ഞ് ചിരിക്കുമെങ്കിലും എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന 80% ആൾക്കാർ ഉള്ളുകൊണ്ട് ഒരുപാട് തകർന്നവരാം. പക്ഷെ ഓർക്കണം, ബൈബിളിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ടെന്നുണ്ട്. അത് 217 പ്രാവശ്യം ഡയറക്റ്റായും ബാക്കി ഇൻഡയറക്റ്റായിട്ടും ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോഴും മറ്റൊരു രഹസ്യം കൂടി ബൈബിളിലുണ്ട്. എന്താണെന്നറിയാമോ? നിരാശയെന്നും പ്രശ്നമെന്നും 2 വാക്കുകൾ ബൈബിളിലില്ല. നിരാശയെന്നും പ്രശ്നമെന്നും 2 വാക്കുകൾ ബൈബിളിലില്ല. നമുക്കറിയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇന്നലെ മുതൽ ഇന്ന് നാളെ കുർബാനയോടുകൂടി ഉച്ചയോടുകൂടി പ്രോഗ്രാം തരും. ഞാൻ പറയട്ടെ, ഈ ഒരു പോസിറ്റീവ് എനർജി, നല്ല തീവ്രമായ അനുഭവത്തിൽ ഈ ക്യാമ്പിൽ നമ്മൾ പങ്കെടുത്താൽ ഭവനത്തിൽ ചെന്ന് കയറുമ്പോൾ കുന്തിരിക്കുന്നതിന് മണം മാത്രമല്ല, പരിശുദ്ധ സഭ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട ദേവാലയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. പൊളിക്കർപ്പോസ് സിൻമൻസോട് പറഞ്ഞല്ലോ, നമ്മളൊന്നും എങ്ങും അലക്ഷ്യമായിട്ടൊന്നും ഇരിക്കരുത് പ്രിയമുള്ളവരെ. അതൊന്നും നമുക്ക് പറ്റിയ ഒരു ദൈവിക ക്വാളിറ്റി അല്ല. ക്ഷമയുടെ ലാവണ്യത്തിൽ ഇന്ന് ഇപ്രകാരം ഒരു അനുഭവത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റൊരു വാക്യം കൂടി കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ പ്രസംഗ വിഷയം ഒരു 45, ഇത് 1.25 മണിക്കൂറുള്ള ഒരു വിഷയമാണ്. പക്ഷേ സമയ ചുരുക്കം കൊണ്ട് 45-50 മിനിറ്റ് കൊണ്ട് മാക്സിമം, വളരെ സ്പീഡിൽ ഒരല്പം പറയുന്നെങ്കിലും എഴുതിയെടുക്കുന്നവർ ആധാരം എഴുതുന്ന പോലെ കുനിഞ്ഞിരിക്കരുത്. അത്യാവശ്യം കുറിച്ചെടുത്തിട്ട് പെട്ടെന്ന് എൻ്റെ ഫേസിലേക്ക് തന്നെ നോക്കണം. കാരണം സീരിയൽ ഒന്നും കാണുമ്പോൾ നമ്മൾ ആരും കുറിച്ചെടുക്കാറില്ലല്ലോ, സിനിമ കാണുമ്പോഴും കുറിച്ചെടുക്കാറില്ല. പക്ഷെ 600-800 എപ്പിസോഡ് കണ്ടുവരുന്ന ഒരു ഡയലോഗും മറന്നിട്ടില്ല. ഇപ്പം ജിമിക്ക് കമ്പിൽ പാടി എല്ലാവരും കൂടെ പാടും, അതാരും നോട്ട്സ് കുറിച്ചതല്ല. എന്നാൽ നമ്മുടെ മനസ്സിൽ തങ്ങാത്തത് കുറിച്ചെടുക്കുക. ബാക്കി പെട്ടെന്ന് തന്നെ ഹാർട്ട് ടു ഹാർട്ട് ആൻഡ് ആർട്ട് ടു ഫേസ് എന്ന ഹൃദയങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അത് മുഖത്തൂടെ വിളങ്ങും. പക്ഷെ ഒരാൾ പോലും ഇടയ്ക്ക് മൊബൈൽ ഫോണുമായിട്ടോ ഇടയ്ക്ക് ഒരു അലക്ഷ്യത വന്നാൽ, ഞാൻ പ്രബോധന ശുശ്രൂഷ കൂടുതലും കാണാതെയാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ കണ്ണും എൻ്റെ കണ്ണും തമ്മിൽ ഒരു നല്ല ബന്ധം വേണം. എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തമ്മിലൊരു ബന്ധമുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ ഓറ, ഒരു പ്രകാശം കടന്നു വരും. ആ ഒരു പ്രകാശത്തിൽ പ്രസംഗ വിഷയത്തിൽ നിന്ന് വിട്ടു നിന്നൊരു വാക്യം പറഞ്ഞിട്ട് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കും. ആ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൻ്റെ 23-22 റിവേഴ്സിൽ എഴുതിയാൽ മതി, അതാണ് കുറച്ചുകൂടെ കറക്റ്റ്. എന്താ ഈ സഭ നമുക്ക് തരുന്ന വലിയൊരു സംഹിത? കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും
പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. എൻ്റെ പ്രസംഗ വിഷയം മറന്നാലും നിങ്ങൾ ഈ വാക്യം മറക്കരുത്. ക്ഷമയുടെ ലാവണ്യത്തിൽ സഭയിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ ഈ വാക്യം പറഞ്ഞതേ ഉള്ളൂ. സദൃശ്യവാക്യം 6:23, 22 അങ്ങനെ ഞാൻ ആ കമന്ററി നോക്കുമ്പോൾ അങ്ങനെ അത് കൊടുത്തിരിക്കുന്നത്. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനങ്ങൾ ജീവന്റെ മാർഗവുമാണ്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. സമയ ചുരുക്കം കൊണ്ട് എൻ്റെ സബ്ജക്റ്റിൻ്റെ വാക്യം എടുക്കട്ടെ. ഈ ക്ഷമ എന്തിനു വേണ്ടിയാ? അതൊരു പേഴ്സണാലിറ്റിക്ക് വേണ്ടിയല്ല. പേഴ്സണാലിറ്റി നമ്മുടെ സഭയ്ക്ക് വ്യക്തിത്വപരമായ വികാസം പറയുന്നെങ്കിലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ സഭ കോസ്മിക് വ്യൂവിലാണ് മുന്നോട്ട് പോകുന്നത്. എൻ്റെ സഭ രക്തത്താൽ ഞാൻ വാങ്ങിയ ഒരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പീൻ. നമ്മൾ ക്ഷമയുടെ അനുഭവത്തിൽ കടന്നു വരുമ്പം നമ്മൾ അതിനുവേണ്ടി ഞാൻ ഒരുക്കുവാനായി ഈ പരിശുദ്ധ ദിവസത്തിൽ റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ചെറിയൊരു വാക്യമാണ് ഇത്. 9 വർഷം മുമ്പ് ചെങ്ങന്നൂർ കൺവെൻഷന് ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് ചെന്നനെ വിളിച്ചപ്പം അന്നത്തെ ചിന്താവിഷയം ഇതായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ വർഷത്തെ സബ്ജക്റ്റിനും നമ്മുടെ സഭയുടെ വിശ്വാസത്തിനും പറയാൻ നല്ലൊരു വാക്യമായതുകൊണ്ട് ചെറിയൊരു വാക്യം, ആരും ബൈബിളൊന്നും തുറക്കേണ്ട, റെഫറൻസ് ഒന്ന് കുറിച്ച് വെച്ചു. ഇതാണ് ആ വാക്യം. എന്തിനാണ് ഈ ക്ഷമയുടെ ലാവണ്യം സഭ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ദൈവികമായ സ്പർശനം? റോമാലേഖനം 12:5 പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. ഒന്നുകൂടെ ഓർക്കണം, പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. ദൈവമക്കളെ, മെൻ ആർ ഓൾ ഈക്വൽ ബിഫോർ ഈസ് ഐസ്. ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ പല കുടുംബം, പല ഡയോസിസ്, പല നിറം, പല പഠിത്തം, ഇതെല്ലാം ആണെങ്കിലും വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമക്കളെ, പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമാണ്. അതുകൊണ്ടാണ് ക്ഷമയുടെ ലാവണ്യത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഒരു പക്ഷേ ഡയറക്റ്റായി കേൾക്കുമ്പം നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല. പക്ഷേ വീട്ടിൽ ചെന്ന് നാളെയോ മറ്റന്നാളോ ഒന്നുകൂടി ഈ നോട്ട്സ് ഒന്ന് വായിച്ചാൽ കുറച്ച് സിമ്പിളായി ഇത് മനസ്സിലാകുകയും ചെയ്യും. ഈ വാക്യം നമുക്ക് തരുന്ന ക്ഷമയുടെ ലാവണ്യത്തിലേക്ക് മാറാൻ 3 പ്രധാനപ്പെട്ട ചിന്തകളുണ്ട്. 1, കോൾ ടു ബി യുണൈറ്റഡ്. ഒന്നാകാൻ വിളിക്കപ്പെടേണ്ട ദൈവമക്കളാണ് നമ്മൾ. 2, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ട ദൈവമക്കളാണ് നമ്മൾ. 3-ാമത്തേതാണ് ഏറ്റവും പ്രാധാന്യം, ടേക്കൺ ടു ബി ബ്രോക്കൺ. ഒന്നാകാൻ മുറിക്കപ്പെടേണ്ട ദൈവമക്കളാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതൊക്കെ ശാന്തമായി എഴുതിയെടുത്തു. ഒന്നാകാൻ വിളിക്കപ്പെടേണ്ടവർ, കോൾ ടു ബി യുണൈറ്റഡ്. 2, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടവർ, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്. 3, ടേക്കൺ ടു ബി ബ്രോക്കൺ. ഒന്നാകാൻ മുറിക്കപ്പെടേണ്ടവർ. ഇനി ഓരോന്നും അല്പാൽപ്പം ചിന്തിച്ച് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യത്തെ ചിന്തയാണ് കോൾ ടു ബി യുണൈറ്റഡ്. ഒന്നാകാൻ നമ്മൾ വിളിക്കപ്പെടേണ്ടവരാണ്. ഇന്നിവിടെ സന്ധ്യാ നമസ്കാരത്തിൽ എനിക്ക് ഒത്തിരി സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്, പ്രത്യേകിച്ച് ഇവിടെ മനോഹരമായ ഒരു ഗായക സംഘം നല്ല ഹൃദ്യമായ ഒരു പാട്ടുകൾ പാടി സന്ധ്യാ നമസ്കാരത്തിന് ലീഡ് ചെയ്തപ്പം നമ്മുടെ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അത് ഭാരതീയ സംസ്കാരത്തിന്റെ ചൊല്ല് തന്നെ. എന്താ? എനിക്കൊരു ലോകമില്ല, നിനക്കൊരു ലോകമില്ല, നമുക്കൊരു ലോകമുണ്ട്. എനിക്കൊരു പാട്ടില്ല, നിനക്കൊരു പാട്ടില്ല, നമുക്കൊരു പാട്ടുണ്ട്. ഇവിടെ സന്ധ്യാനമസ്കാരത്തിന് ഒരുമിച്ച് ഒരേ ശബ്ദം വന്നപ്പം അത് കേൾക്കുവാൻ എത്ര യോഗ്യതയാണ്. ഇവിടെ ഓർക്കുക, കോൾ ടു ബി യുണൈറ്റഡ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അനേകരെ, എൻ്റെ കണ്ണ്, എൻ്റെ സംസാരം, എൻ്റെ നടപ്പ്, പ്രഭാഷകൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ സംസാരവും നടപ്പും ചിരിയുമാണ് അവൻ്റെ സത്വം വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓരോ ചിന്തകളും അനേകരെ ക്ഷമയിലൂടെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ചിന്ത പറഞ്ഞത്, കോൾ ടു ബി യുണൈറ്റഡ്. ഇതൊന്ന് വിശദീകരിക്കാൻ കുറേ ടൈം എടുക്കും, സമയ ചുരുക്കം കൊണ്ട് പോയിന്റുകൾ മാത്രം പറഞ്ഞ് ഞാൻ പോവുകയാണ്. സഹോദരിമാരെ, അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറക്കണം. അത് 2 സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നതും 1 പിതാക്കന്മാർ പറയുന്നതാണ്. എന്തെല്ലാം കാര്യങ്ങൾ മറന്നാൽ നമുക്ക് അനേകരെ ക്രിസ്തുവിൽ ക്ഷമയോടുകൂടി കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ പ്രൊഫസർ മേരി മാത്യുവിന് അടുത്തിടയ്ക്കാണ് 2-3 പ്രബോധന ശുശ്രൂഷ ഞാൻ പലരോട് ഞാൻ പറഞ്ഞു, ഈ മുഖസ്തുതി പാപമാണ്, പക്ഷെ ഉള്ള കാര്യം പറയാതിരിക്കുന്നതും തെറ്റാണെന്ന് എനിക്കറിയാം. ഓരോ വാക്കുകളും ഓരോ സംഘടനകളും കാണിക്കുന്ന തന്മയത്വവും വിനയവും സ്നേഹവും
അത് ഒരു മാതൃകയായി തന്നെ നമുക്ക് മാറ്റിയെടുക്കണം. ജീവിതത്തിൽ കണ്ടുപഠിക്കാനുണ്ട്, കേട്ടുപഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഓരോ അനുഭവങ്ങൾ നമ്മൾ ഓർക്കണം. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, നമുക്ക് അനേകരെ മനുഷ്യരാക്കി തീർക്കുവാൻ. അതിൽ ആദ്യത്തെ 2 സിഗ്മണ്ട് ഫ്രോയിഡ് പറയൂ. എന്തെല്ലാമാണ്? 3 കാര്യങ്ങൾ മറന്നാൽ മാത്രമേ അനേകരെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അതിൽ ആദ്യത്തേതാണ് ഫോർഗെറ്റ് യുവർ പാസ്റ്റ് ഇഞ്ചുറീസ്. വ്രണപ്പെട്ട മുറിവുകൾ മറക്കണം. രണ്ടാമത്തേതൂടെ പറയാം, എന്നിട്ട് പെട്ടെന്ന് വിശദീകരിക്കാം. ഫോർഗെറ്റ് യുവർ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. നഷ്ടപ്പെട്ട അവസരങ്ങൾ മറക്കണം. 3 പിതാക്കന്മാർ പറയുന്നതാണ് ഫോർഗെറ്റ് യുവർ കൺഫെസ്സഡ് സിൻ. ശാന്തമായിട്ട് എഴുതിയെടുത്തു. 1, ഫോർഗെറ്റ് യുവർ പാസ്റ്റ് ഇഞ്ചുറീസ്. വ്രണപ്പെട്ട മുറിവുകൾ മറക്കണം. 2, ഫോർഗെറ്റ് യുവർ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. നഷ്ടപ്പെട്ട അവസരങ്ങൾ മറക്കണം. 3, ഫോർഗെറ്റ് യുവർ കൺഫെസ്സഡ് സിൻ. കുമ്പസാരിച്ച പാപങ്ങൾ മറക്കണം, അവ ആവർത്തിക്കരുത്. ഇനി എന്നെ ശ്രദ്ധിച്ച് ഒന്ന് വിശദീകരിക്കട്ടെ. ആദ്യത്തേതാണ് ഫോർഗെറ്റ് യുവർ പാസ്റ്റ് ഇഞ്ചുറീസ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഹൂസോയെ പ്രാപിക്കുന്നു? എത്ര പേർ? നമ്മുടെ സഭയുടെ വിശ്വാസം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൗൺസിലിംഗ് ഇല്ല. ആദ്യം നമ്മൾ അത് ഓർക്കുക. കാരണം ഉദായ കാനോൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കർത്തൂപ്പായി ഇടാതെ ഒരാളുടെ പ്രയാസം കേട്ടാൽ അച്ഛനിലേക്ക് അത് കടന്നു വരുമെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കൗൺസിലിംഗ് കുമ്പസാരത്തിലാണ്. ആ കുമ്പസാരം അത് 40-ാം വെള്ളിയാഴ്ചയോ പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നും വേണമെന്നില്ല. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടും വന്ന് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന മുറിവുകളെല്ലാം കർത്തൂപ്പായിട്ടുണ്ട് അച്ഛന് മുമ്പിൽ ആബ്സല്യൂഷൻ തന്ന് നമ്മൾ അവിടെ കുമ്പസാരിക്കുമ്പം നമുക്ക് ആ ശരിയായ ഒരു കുമ്പസാരം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെല്ലാ മുറിവുകളും മറക്കും. ഇന്ന് വളരെ ലളിതമായിട്ട് നിസ്സാരമായിട്ടും വന്ന് പലരും കുമ്പസാരിക്കുക മാത്രമല്ല, എത്ര കുമ്പസാരിച്ചിട്ട് എഴുന്നേറ്റ് പോയാലും മനസ്സിലെ വ്രണങ്ങൾ മറക്കാറില്ല. പലരും പറയുന്നത് കേട്ടിട്ടില്ല, അച്ഛ ഞാൻ എന്തോ ചെയ്താൽ 2007 ജനുവരി മാസം 4-ാം തീയതി അവൾ എന്നോട് പറഞ്ഞ ആ വരി ഉണ്ടല്ലോ, ഞാൻ ചത്താലും മറക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വ്രണമായി തീരുന്നത്. സഹോദരങ്ങളെ, അനേകരെ ക്രിസ്തുവിന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഓർക്കണം, ഫോർഗെറ്റ് യുവർ പാസ്റ്റ് ഇഞ്ചുറീസ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വരിയെന്ന് പറഞ്ഞേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞേ. ഉറക്കെ എല്ലാവരോടും പറയണം, കടക്കാരോട് ക്ഷമിക്കാത്തത് കൊണ്ട്. നല്ല മിടുക്കരാന്നല്ലോ, ഒരുമിച്ച് പറഞ്ഞേ, കടക്കാരോട് ക്ഷമിക്കാത്തത് കൊണ്ട്. അവസാനത്ത് മണവണാന്ന് പറയാൻ നന്നായിട്ട് പറ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കരുത്. ഇത് കണ്ടീഷനാ, മനസ്സിലായില്ലേ? നിനക്ക് നന്മ വരാൻ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നിനക്ക് നന്മ വരണ്ടെങ്കിൽ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കണ്ടെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണ്ട. നമ്മൾ ആലോചിച്ച് നോക്ക്, കാൽവറിയിൽ പിതാവാൻ തമ്പുരാൻ യേശു തമ്പുരാൻ നമുക്ക് നൽകിയ രക്തം അത് ക്ഷമയുടെ പര്യായമാണെങ്കിൽ എന്തിനാ ദൈവമക്കൾ ഈ വ്രണങ്ങൾ ഇട്ടുകൊണ്ട് കഴിയുന്നത്? ഞാൻ പറയുന്നു, നമ്മുടെ ഉറക്കം കുറയുന്നത്, നമ്മുടെ അസുഖങ്ങൾ, ഇതിൻ്റെ എല്ലാം കാരണം ഫോർഗെറ്റ് യുവർ പാസ്റ്റ് ഇഞ്ചുറീസ്. വ്രണപ്പെട്ട മുറിവുകൾ അത് മറന്നേരെ. രണ്ടാമത് പറയുന്നുണ്ട്, ഫോർഗെറ്റ് യുവർ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. നഷ്ടപ്പെട്ട അവസരങ്ങൾ മറക്കണം. ഇന്നും പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, അച്ഛാ എൻ്റെ മകൾക്ക് നല്ലൊരു ആലോചന വന്നു, അപ്പുറത്തുള്ളവൾ കൂടുപാത്രം ചെയ്ത് അതും കളഞ്ഞു. അല്ലെങ്കിൽ ഒരു വിസ വന്നു. ഓർക്കണം, ഹഡ്സൺ ഡേയിൽ പറയുന്ന വരി കൂടി നിങ്ങൾ ചേർത്ത് എഴുതണം. ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ താഴ്ത്താൻ പറ്റില്ല. ദൈവം ഒരാളെ താഴ്ത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിൽ ആർക്കും അവനെ ഉയർത്താനും പറ്റില്ല. അതുകൊണ്ട് ആ തിരുവചനം പറയുന്നത്, ദൈവം സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അനുഭവമുണ്ട്? എൻ്റെ മകൻ തന്നെ 10-ാം ക്ലാസ്സിലെ കോട്ടയത്ത് കെ സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. ഇപ്പം ക്രിസ്മസിന്റെ റിസൾട്ട് വന്നപ്പം വളരെ മോശമായ ഒരു മാർക്കായിരുന്നു. അന്നേരം അച്ഛൻ തന്നെ പറഞ്ഞാൽ ഇവിടെ 100% ആണ് 5 വർഷമായിട്ട്. പക്ഷെ എൻ്റെ മനസ്സിലെല്ലാം എപ്പോഴും മനസ്സിൽ മന്ത്രിക്കുന്ന ഒരു വാക്യമാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിപ്പീൻ. പ്രിയമുള്ളവർ, റിസൾട്ട് വന്നപ്പം 9 A+, 1 B+, ഞാനും പോലും അതിശയിച്ചു പോയി. 4-ാം സ്ഥാനം. സെമിനാരിൽ ചെന്ന് പിറ്റേ ദിവസം എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടതാ മഞ്ഞപ്പിത്തം വന്ന്. പിന്നീട് 3 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ പല വിഷയത്തിനും മാർക്കുകൾ വളരെ കുറവാണ്. പക്ഷേ പിതാക്കന്മാരുടെ കബറിങ്കൽ പോയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഷമ്മാശന്മാരൻ എനിക്ക് പറഞ്ഞു തന്നു. സെമിനാരിൽ നിന്ന് ഇറങ്ങും 3 വിഷയത്തിന് നല്ല മാർക്ക് കിട്ടി. 150 രൂപ ഇന്നും ശീമാ നമസ്കാരത്തിൽ ഇരിപ്പുണ്ട്. ഞാൻ മാറിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും അവസരങ്ങൾ ഒരു വഴി ദൈവം അടച്ചാൽ 9 വഴി ദൈവം തുറക്കും. അതുകൊണ്ടാണ് സദൃശവാക്യം 30-ന്റെ 4-ാം വാക്യം ഓർക്കണം, സ്വർഗത്തിലും ഭൂമിയിലും കയറി ഇറങ്ങുന്നവൻ ആർ?
വെള്ളത്തെ തന്റെ വസ്ത്രം കൊണ്ട് പിടിച്ചു കെട്ടിയവനാർ, കാറ്റിനെ തന്റെ മുഷ്ടിയാൽ പിടിച്ചടക്കിയവനാർ, ആഴിയെ പൂഴി കൊണ്ട് പിടിച്ചടക്കിയവനാർ. അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? സദൃശവാക്യം 30:4. സ്വർഗത്തിലും ഭൂമിയിലും കയറിയിറങ്ങുന്നവനാർ, വെള്ളത്തെ തന്റെ വസ്ത്രം കൊണ്ട് പിടിച്ചടക്കിയവനാർ, കാറ്റിനെ തന്റെ മുഷ്ടിയാൽ പിടിച്ചടക്കിയവനാർ, ആഴിയെ പൂഴി കൊണ്ട് വേർതിരിച്ചവനാർ. അവന്റെ പേരെന്ത്? അവന്റെ മകന്റെ പേരെന്ത്? നിനക്കറിയാമോ? അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമക്കളും എന്ത് നഷ്ടപ്പെട്ടാലും നിരാശപ്പെടരുത്. കാരണം ഇതൊന്നും നമ്മുടെ കൂടെ വരുന്നതല്ല. വീടെന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയാമോ? വിട്ടുകളയാനുള്ളതെന്ന. നമ്മൾ അതുകൊണ്ടാ പുരോഹിതന്മാരുടെ ഈ മൃതശരീരം കൊണ്ടുപോകുമ്പോഴും പാടുന്നില്ലേ, നശ്വരമാം വീടേ എന്തിനു മോഹിപ്പിച്ചെന്നെ. ഇതെല്ലാം വിട്ടുകളയാനുള്ള. അതുകൊണ്ട് ഏതവസരങ്ങൾ എവിടെ പോയാലും നമ്മൾ ഒന്നിനെക്കുറിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. തമ്പുരാൻ നമുക്ക് ഒരുക്കിയിരിക്കുന്നത് വേറെ ആർക്കും പിടിച്ചടക്കാൻ പറ്റുന്നു. ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, ഒരു വിസ പോയാൽ, കുഞ്ഞിന്റെ കല്യാണം മുടങ്ങിയാൽ, ഇറ്റ് ഈസ് വിൽ ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ഓൾ ഫോർ ദി ബെസ്റ്റ്. ഇത് വീണ്ടും മറ്റൊരു വാക്യം, സദൃശവാക്യം 40:12 പറയുന്നുണ്ട്, വെള്ളത്തെ തന്റെ ഉള്ളം കൊണ്ട് വഹിക്കുകയും ഭൂമിയിലെ പൊടിയെ നാഴി കൊണ്ട് അളക്കുകയും പർവ്വതങ്ങളെ വെള്ളത്തുലാസിലും കുന്നുകളെ തൂക്കുകയും ചെയ്യുന്നവനാർ. ഇതെല്ലാം സർവശക്തനെ കുറിച്ച്. അതുകൊണ്ട് ആ ഒരു ദൈവിക ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ ഓർക്കണം, രണ്ടുപേരും മറക്കരുത്. ഫോർഗറ്റ് യുവർ പാസ്റ്റ് ഇഞ്ചുറീസ്, ഫോർഗറ്റ് യുവർ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. മൂന്നാമത്തതാണ് ഫോർഗറ്റ് യുവർ കൺഫസ് സിൻ. കുമ്പസാരിച്ച പാപങ്ങൾ മറക്കണം, അവ ആവർത്തിക്കരുത്. ഞാൻ പറയട്ടെ, ഒരുപാട് പേരുടെ നിരാശയ്ക്ക് മെയിൻ കാരണം ഇതിങ്ങനെ മനസ്സിൽ കിടക്കും. അതുകൊണ്ടായി പണ്ട് കാലത്ത് ഒരു 15 വർഷം മുമ്പ് വൈദികർ ക്ഷയിക്കാൻ കൊടുക്കില്ല. അത് യിരെമ്യാവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പുരോഹിതനും ജനങ്ങളും തമ്മിൽ 2000 മുഴം അകലം വേണമെന്ന്. കീപ് ഡിസ്റ്റൻസ്. അതെവിടെയും നമ്മൾ സൂക്ഷിക്കണം. ഇപ്പം തന്നെ നമ്മൾ ഈ പുരോഹിതരെ എങ്ങനെയാ നമ്മൾ ഏറ്റവും കൂടുതൽ, അച്ഛാ ഇപ്പോഴൊരു അച്ഛൻ വന്നിട്ടുണ്ട്, എല്ലാവരോടും സൂക്ഷില്ല, എല്ലാവരോടും കാര്യമാണ്. പ്രിയമുള്ളവരെ ഓർക്കണം, ജനകീയ വൈദികൻ ദൈവികനല്ല. സത്യത്തിൽ പ്രിയമില്ല, പ്രിയത്തിൽ സത്യമില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു ഇടവകയിലിരിക്കുന്ന അച്ഛനെ കുറിച്ച് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അച്ഛൻ കൊള്ളത്തില്ലെന്നാണ്. മനസ്സിലായി? സിൻ ഓഫ് കമ്മീഷനുണ്ട്, സിൻ ഓഫ് ഒമിഷനുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറയണം, ആക്ഷേപിക്കാനുള്ളതല്ല. പിന്നെ ഇത് ആരാ പറയേണ്ടത്? പ്രൊട്ടക്റ്റിംഗ്, ഗൈഡിങ്, ടീച്ചിങ്. ഇത് മൂന്നും വൈദികന്റെ ദൗത്യമാണ്. അത് പറയാതെ എല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പം തന്നെ നമ്മൾ നോക്കുക, ദേവാലയങ്ങളൊക്കെ തന്നെ നർമ്മം ആവശ്യമാണ്. തമാശ പറയേണ്ടത് നമ്മുടെ ഒരു തമ്പുരാൻ തന്ന ദാനമാണ്. അതിനൊക്കെ ലക്ഷ ടൈമുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഹൈന്ദവ പുരാണങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാറില്ല. മുസ്ലിം മൗലവിമാർ പ്രസംഗം നടത്തുമ്പം അവിടെ ഒറ്റ തമാശ പോലും പറയാറില്ല. പണ്ട് നമ്മുടെ ദേവാലയങ്ങളൊക്കെ തന്നെ ധ്യാനങ്ങൾ നടക്കുമ്പോൾ അനേകായിരങ്ങൾ ഇന്ന് കരയുമായിരുന്നു. പക്ഷെ ഇന്ന് കോമഡി പറയുന്ന അച്ഛന്മാരെയും മണിക്കൂറുകളോളം പൊട്ടിച്ചിരിച്ച് നമ്മളിരുന്നങ്ങ് ചിരിച്ച് തകർക്കുക. കുപ്പിച്ചിൽ ഉള്ളിലിട്ടിട്ട് സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ച് ജീവിക്കരുത്. തമ്പുരാൻ നമുക്ക് തരുന്ന വിലയേറിയ അവസരങ്ങൾ ഇത് കരഞ്ഞ് നിലവിളിച്ച്. അതുകൊണ്ടല്ലേ വൈദികരുടെ ഓർമ്മയ്ക്ക് പറയുന്ന ഒരു വരിയുണ്ട്, നിന്റെ ജീവഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു നോക്കിയുള്ള കണ്ണുകൾ അത് അനുതാപത്തിന്റെ വഴികളിലൂടെ പോയിട്ടാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വരികൾ അക്കമിട്ട് നിങ്ങൾ ഓർക്കണം. വ്രണപ്പെട്ട മുറിവുകൾ മറക്കണം, നഷ്ടപ്പെട്ട അവസരങ്ങൾ മറക്കണം, കുമ്പസാരിച്ച പാപങ്ങൾ മറക്കണം, ആവർത്തിക്കരുത്. ഇനിയും ഈ 3 കാര്യങ്ങൾ എൻ്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ളൂ. ഈ 3 കാര്യങ്ങൾ മറന്നാൽ നമ്മളൊരു 4 അടിസ്ഥാന ഗുണങ്ങൾ കൂടി ഉണ്ടാക്കിയെടുക്കണം. അതും അക്കമിട്ട് ഞാൻ പറയാം. 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കണം. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ആനന്ദിക്കണം. 3, കമ്മിറ്റ് ടു ആർ വേ ടു ദി ലോർഡ്, ദൈവത്തിൻ്റെ വഴികളിലൂടെ സമർപ്പിതമായി നടക്കണം. 4, റെസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ വിശ്രാമം കണ്ടെത്തണം. ഒന്നുകൂടെ ഞാൻ പറയാം. ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കണം. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ആനന്ദിക്കണം. 3, കമ്മിറ്റ് ടു ആർ വേ ടു ദി ലോർഡ്, ദൈവത്തിൻ്റെ വഴികളിലൂടെ സമർപ്പിതമായി നടക്കണം. 4, റെസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ വിശ്രാമം കണ്ടെത്തണം. ഞാൻ പെട്ടെന്ന് വിശദീകരിച്ചിട്ട് ആദ്യത്തെ പോയിന്റ് അവസാനിപ്പിക്കാം. ഇനി ശ്രദ്ധിച്ചേ, പെട്ടെന്ന് TV ന്യൂസ് വായിക്കുന്ന കണ്ടിട്ടില്ലേ? അവരാരും കുനിഞ്ഞു വായിക്കാറില്ലല്ലോ, നേരെ നോക്കില്ല. അതുപോലെ പെട്ടെന്ന് സ്പീഡിൽ എഴുതി തന്നെ നോക്കി, എനിക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടൂ. 1, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. 2, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. ഇത് രണ്ടും കണക്റ്റഡാണ്. നമ്മുടെ പ്രഭാഷകന്റെ പുസ്തകത്തിലും പാമ്പാക്കൂട നമസ്കാരത്തിലും പറയുന്നുണ്ട്,
ഞെരുക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവാശ്രയവും സമചിത്തതയും കൈവിടരുത്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ 10ഉം 12ഉം മക്കളാണ്, അതിൽ 7ഉം 8ഉം പെണ്ണാണ്. പക്ഷെ ഏതെങ്കിലും അപ്പൻ്റെ മുഖം വാടുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കുടുംബങ്ങളിൽ സൂയിസൈഡ് കണ്ടിട്ടുണ്ടോ? കാര്യം എന്താ? നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ അവിടെ ഉണ്ട്, ആ ദൈവാശ്രയത്തിൽ കൂടെ നിൽക്കുന്ന ഒരു അമ്മ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയത്, അപ്പം കൊടുക്കേണ്ടവൻ അപ്പൻ, അപ്പം കൊടുക്കേണ്ട അപ്പൻ അപ്പം കൊടുക്കാതിരുന്നാൽ അവൻ വെറും ശപ്പൻ. ഉമ്മ കൊടുക്കേണ്ടവൾ അമ്മ, ഉമ്മ കൊടുക്കേണ്ട അമ്മ ഉമ്മ കൊടുക്കാതിരുന്നാൽ അവൾ വെറും ബൊമ്മ. അതിൻ്റെ അർത്ഥം ഉമ്മ കൊടുക്കുന്നു അപ്പം കൊടുക്കുന്നതുമല്ല. കുടുംബത്തെ നന്നായി ദൈവിക അപ്പത്തിൽ വളർത്തി ദൈവാശ്രയത്തോടു കൂടി ദൈവിക അനുഭവത്തോടു കൂടി വളർത്തണം. പണ്ട് നമുക്കറിയാം 7ഉം 8ഉം പെൺമക്കളുള്ള കുടുംബങ്ങൾ എങ്ങനെ കല്യാണം നടന്നു, എങ്ങനെ അവരെ വളർത്തി. വലിയ ആഡംബരത്തിലൊന്നും വളർത്തിയില്ലെങ്കിലും ദൈവാശ്രയത്തിലും ദൈവകൃപയിലും വളർത്തിയത്. ക്ഷമയോടെ ദൈവാശ്രയമുള്ള ഒരു അപ്പനുണ്ടായിരുന്നു, അതിനെ വിളക്ക് പോലെ കത്തിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു, അവിടെ വട്ടം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊന്നും കൂടുതൽ കരുതിയില്ല. പണ്ടൊക്കെ നമ്മുടെ വീട് തന്നെ നോക്ക്, 2ഓ 3ഓ മുറി, ഗസ്റ്റ് റൂം ഇല്ല, ഫ്രണ്ടിൽ ഗാർഡൻ ഇല്ല. അതുകൂടാതെ വീണ്ടും വരും ആരെങ്കിലുമൊക്കെ അതിഥികൾ. പക്ഷെ എല്ലാവരും കൂടെ സന്തോഷത്തിൽ കഴിയുന്ന ഒരു രീതി, ഒന്ന് വിളിച്ചാൽ ഓടി വരും, കണ്ട് ചിരിച്ച് ആഹാരം കഴിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് അയ്യപ്പ പണിക്കർ പാടിയതുപോലെ കാവറ കോവള മുടന്തടി കഥകളി മധുവിത് പൊന്മുടി പൊന്നു ബിസ്ക്കറ്റുകൾ ഗൾഫ് കൊട്ടാരങ്ങൾ കാണാത്തവർ എൻ്റെ നാട് ഇവിടെ എൻ്റെ മക്കളെ. അടുത്തിടയ്ക്ക് പ്രായമുള്ള ഒരു അച്ഛൻ പറയുകയായിരുന്നു, ഒരു 3 നിലയുള്ള ഒരു വീട് ഉദാശ, നമ്മുടെ സഭയുടെ തന്നെ, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, വീട് ഉദാശയ്ക്ക് സെതറയുടെ സമയത്ത് ധൂപക്കുറ്റി കുന്തിരി വിട്ടു കൊടുത്തു. ഒരു പ്രായമുള്ള അപ്പച്ചനാണ്. ഈ കുന്തിരിക്കും ധൂപം വീശി 2-3 നിലയെല്ലാം കൂടെ വീശി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചനെ കാണുന്നില്ല. കുടുംബങ്ങളല്ല വാർത്തത് ഓർക്കുക. അനേകരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ട്രസ്റ്റിന്റെയോ, രണ്ടാമത് പറയുന്നുണ്ട് ഡിലേറ്റിന്റെയോ. വിവാഹോദാശയുടെ ആദ്യത്തെ വരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിനും പൂർത്തീകരണവും നിന്നോട് നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കോണം അക്ഷയമായ സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണം. വിവാഹോദാശയുടെ ഫസ്റ്റ് ലൈന് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന് പൂർത്തീകരണവും. ദൈവമക്കളെ, ഞാൻ അടിവരായിട്ട് നിങ്ങൾ ഡയറിയിലോ ബൈബിളിലോ എഴുതി വിട്ടുതരാം. വൈകിട്ട് പ്രാർത്ഥിക്കുന്നവരെടുത്തിരിക്കുന്നത് 95%. പക്ഷേ സൂര്യൻ ഉദിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് ബ്രഹ്മമുഹൂർത്തം. അതിരാവിലെ ആ ടൈമിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ ദൈവ സന്തോഷം അവിടെ നിന്നാണ്. ചൈനയിലെ കൺവെൻഷൻ പറയുന്ന ഒരു വരിയുണ്ട്, ഞാൻ പല വേദിയിലും പറയാറുണ്ട്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യം അടയും. തെറ്റിക്കാതെന്ന് പറയാമോ? പ്രഭാതത്തിൽ എഴുന്നേറ്റ് സത്യം കണ്ടെത്തുന്നവൻ സായാഹ്നത്തിൽ സമാധാനത്തോടെ സായുജ്യം അടയും. ഇത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നില്ലെങ്കിൽ സിമ്പിളായ ഒരു വരി ഞാൻ പറയാം. കാലത്ത് കിടന്നുറങ്ങുന്നവന് നേരത്ത് ഗുണം പിടിക്കത്തില്ല. അതൊന്ന് പറഞ്ഞേ, അത്രയെങ്കിലും ഓർത്താൽ മതി. ഞാൻ പറയുന്നു, നമ്മുടെ ഭവനത്തിലെ പ്രധാനപ്പെട്ട നിരാശയ്ക്കുള്ള മെയിൻ കാരണം ഈ പ്രഭാത പ്രാർത്ഥന മുടങ്ങിയത്. അതുകൊണ്ട് ആ സങ്കീർത്തനം 6 പറയുന്നത്, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന, അല്ല 5 പറയുന്നത്, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങിയല്ല ഒരുക്കി കാത്തിരിക്കും. അതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയും. ഇപ്പോൾ ഓർക്കുക, ട്രസ്റ്റ് ഇൻ ദി ലോർഡ്, ഡിലൈറ്റ് ഇൻ ദി ലോർഡ്. 3ാമത് പറയുന്നുണ്ട്, കമ്മിറ്റ് ടു വാർ, വെയിറ്റ് ടു ദി ലോർഡ്. ദൈവത്തിന്റെ വഴികളിലൂടെ മാത്രമേ നടക്കാവൂ. കമ്മിറ്റ് ടു വാർ, വെയിറ്റ് ടു ദി ലോർഡ്. അവിടെ സദൃശവാക്യങ്ങൾ 2 വാക്യം കൂടെ ഒരുപോലെ പറയുന്ന 2 വാക്യമുണ്ട്. 14, 12, 16, 25. ഇത് രണ്ടും സെയിം വേർഡാ. എന്താ വാക്യം എന്നറിയാമോ? ദർ ഇസ് എ വേ വിച്ച് സീംസ് റൈറ്റ് ടു എ മാൻ ബട്ട് ഇറ്റ് എൻഡ്സ് ദ വേ ടു ഡെത്ത്. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ 4-ാം സങ്കീർത്തനം വായിക്കണമെന്ന് പറയാൻ കാര്യം? പാപം ചെയ്തിട്ട് നടുങ്ങാനല്ല. ആ വരി നോക്കി, നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പേൻ, നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പേൻ. പാപം ചെയ്തിട്ട് നടുങ്ങിയിട്ട് കാര്യമില്ല, നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പേൻ. അതുകൊണ്ട് ദൈവം മുമ്പാകെ ഓരോ ദിനങ്ങളിലും ഓർക്കണം, തമ്പുരാന്റെ വഴിവിട്ട് ഇടത്തോട്ടും വലത്തോട്ടും പോകരുത്. പിന്നെ പറയുന്നുണ്ട്, റെസ്റ്റ് ഇൻ ദി ലോർഡ്, ദൈവത്തിൽ ഒരു വിശ്രാമം കണ്ടെത്തണം. പണ്ട് ഏറ്റവും നേരത്തെ കിടന്ന് ഉറങ്ങുകയും ഏറ്റവും അതിരാവിലെ എഴുന്നേൽക്കുകയും ചെയ്യും. ഇന്നത്തെ കാലഘട്ടം നോക്കുകയും
ഏറ്റവും ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ഏറ്റവും ലേറ്റായിട്ട് കിടക്കുകയും ചെയ്യും. അതിനും വേണ്ടി നമ്മുടെ ബോഡി, നമ്മുടെ മനസ്സ്, ചിന്തകളെല്ലാം ഡൈവേർട്ടായി ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കൊക്കെ പോകുമ്പം എന്താണ് നമ്മുടെ മക്കൾക്ക്, എന്താണ് നമ്മുടെ ഭർത്താവിന്, എന്താണ് നമ്മുടെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള കോൾ ടു ബി യുണൈറ്റഡ്, ഒന്നായി തീരാൻ. അഭിമന്യ അന്തോണിയോസ് തിരുമേനി പറഞ്ഞൊരു വരി അടുത്തിടയ്ക്ക് എല്ലായിടവും ദൈവിക മെസ്സേജായി വന്നു. എൻ്റെ അമ്മ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മ ഉണരുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മ ഒരിക്കൽ ഉറങ്ങി പിന്നീട് ഉണരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതൊരു ദൈവിക അനുഭവത്തിലൂടെ നമ്മൾ സ്വായത്തമാക്കി. സമയം ചുരുക്കം കൊണ്ട് ആദ്യത്തെ പോയിന്റ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കോൾ ടു ബി യുണൈറ്റഡ്, ഒന്നാകാൻ നമ്മൾ വിളിക്കപ്പെടണം. രണ്ടാമത്തെ ചിന്ത, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവമക്കളെ ഓർക്കണം, യെശയ്യാവ് 1:15, നീ കൈമലർത്തുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, എന്താണ് ഭക്തി? അനാഥരെയും വിധവമാരെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ സൂക്ഷിക്കുന്നതുമാകുന്നു ഭക്തി. ഈ രണ്ടാമത്തെ പോയിന്റിൽ പരിശുദ്ധ സഭ വലിയ നോയമ്പിൽ പറയുന്ന 19 ഭാഗത്ത് 5 വരി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ സദറ. അപ്പൊ വലിയ നോയമ്പിൽ നമുക്കറിയാം സന്ധ്യാ നമസ്കാരത്തിന് സദറ വായിക്കും. പക്ഷെ ഞാൻ അടുത്തിടയ്ക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കിയത് 5 വരി 19 ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ആ വരി എന്നറിയാമോ? അതും നിങ്ങൾ ശാന്തമായിട്ട് എഴുതിയെടുത്തു. 1, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗതയുള്ള കണ്ണ്. 1, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗതയുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ്. ഇത് ശരിക്കും പറഞ്ഞ സഭയുടെ വേദശാസ്ത്രമാണ്. ഒന്നുകൂടെ ഞാൻ ശാന്തമായിട്ട് പറയാം. ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത്തുള്ള കണ്ണ്. 2, ദൈവവിളി അനുസരിക്കുന്ന കാത്. 3, സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. 4, ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. 5, സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ. ഇത് ടൈറ്റസത്തിന്റെ വരിയല്ല, പരിശുദ്ധ സഭയുടെ വലിയ നോയമ്പിലെ സദറയിൽ നിന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്ത്, ഇത് പല ശൈലിയിലാണ് സദറയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ശൈലി അങ്ങ് എടുത്തെന്ന് പാതിയോമ്പിന്റെ തലേ ദിവസമാണ് ഈ വരി കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ മനസ്സിൽ പതിയുണ്ട്, ഒന്ന് വിശദീകരിക്കും, എന്നെ ശ്രദ്ധിച്ചേ. എഴുതിയെടുക്കാത്തവർ ഇനി ഒന്നുകൂടെ പറയുമ്പോൾ കുറിച്ചെടുത്താണ്. ആദ്യത്തേതാണ്, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗതയുള്ള കണ്ണ്. തിരുക്കൂറൽ എന്ന കവിതയിൽ ഒരു വരിയുണ്ട്, കേട്ടെ. ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണും. മനസ്സിലായില്ലേ? ജ്ഞാനിയുടെ മുഖത്ത് 2 കണ്ണും അജ്ഞാനിയുടെ മുഖത്ത് 2 പുണ്ണും. ചിലരെ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഒരാളുടെ നന്മ കാണത്തില്ല. ഇപ്പം തന്നെ ഇവിടെ ഒരു പ്രോഗ്രാം നടന്നു. ചിലർ നല്ല വർത്തമാനങ്ങൾ കൊണ്ടും നല്ല കണ്ണുകൾ കൊണ്ടും ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ കണ്ട് നല്ലവർ തീർത്തുകയും ചെയ്യും. പക്ഷെ മറ്റു ചിലരെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളായാലും ഭർത്താവിൻ്റെ ആയാലും ഭാര്യയുടെ, ചില സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? പല ഭർത്താക്കന്മാരും ടൈം ഉണ്ടെങ്കിലും വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള മെയിൻ കാരണം എന്തോന്നറിയാമോ? ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് സ്നേഹമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ ഒരുമിച്ച് പറയണം, ഒന്നുകൂടെ ചോദിക്കുമ്പോൾ. പല ഭർത്താക്കന്മാരും വൈകിട്ട് നമ്മൾ ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്താ? ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് സ്നേഹമില്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? എന്തിനേയും എനിക്കറിയാം, നമ്മുടെ ഒരു 60% സ്ത്രീകൾ എന്തെല്ലാം കിട്ടിയാലും താടിക്ക് കൈയും കൊടുത്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അവരുടെ മുഖത്തൊരിക്കൽ നോക്കിയാൽ പോലും സന്തോഷം കാണത്തില്ല. പണ്ട് നമ്മൾ നോക്ക്, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ പ്രാർത്ഥിച്ച് അടുക്കളയിൽ പോയി വിറകരിച്ച് കന്നുകാലികളെ നോക്കി. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, സത്യം, കൃത്യം, വൃത്തി, അടി, നന, കുളി, ഇത് 6 വേണം. എന്നിട്ട് ഉന്മേഷത്തോടെ അടുക്കളയിലൊക്കെ പോയി ചെന്ന് 8-8:30 മണിയാകുമ്പോഴേക്കും ആ വീടങ്ങ് നല്ല ഭംഗിയാവും. ഇന്ന് ഗ്യാസ് ഉണ്ട്, സ്റ്റൗ ഉണ്ട്, ഇൻഡക്ഷൻ കുക്കറുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പലരും എഴുന്നേറ്റ് അടുക്കളയിൽ പോകുന്ന രംഗം കണ്ടിട്ടുണ്ടോ? അല്ലെ ശവോടക്കൻ അന്ത്യോമ്പനം കൊടുക്കാൻ പോകുന്നതല്ല. എന്തെങ്കിലും സന്തോഷമുണ്ടോ? അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത്, എൻ്റെ കൂടെ ഒരുമിച്ച് പറയണം, ഏറെ സുഖം അസുഖം. ഒന്ന് പറഞ്ഞേ. ഇനി അടുത്ത വരി തെറ്റിക്കാതെ പറയണം. വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കാത്തതിനേക്കാൾ പാപമാണ് വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്നത്. ഒന്ന് പറഞ്ഞേ. ശാശാന്ന് പറഞ്ഞ് ഞാനങ്ങ് വിശ്വസിക്കാം, മനസ്സിലങ്ങ് ഇരുന്നേച്ചാൽ മതി. വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കാത്തതിനേക്കാൾ പാപമാണ് വിശപ്പില്ലാതെ ആഹാരം കഴിക്കുന്നത്. സർവശക്തൻ നമുക്ക് തന്നിരിക്കുന്ന കണ്ണുണ്ടല്ലോ,
ഇപ്പോഴും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ ടെൻഷൻ വരാനുള്ള മെയിൻ കാരണം എന്താ? 50-ൽ പണ്ടൊക്കെ നമുക്കറിയാം കുർബാനയെ കൊള്ളത്തുള്ളൂ പരീക്ഷയ്ക്ക്. ഇപ്പം കുർബാന കൊണ്ടിട്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും, പിന്നെ പേന കൊണ്ടുവരും, പിന്നെ പെൻസിൽ കൊണ്ടുവരും, അടുത്തിടയ്ക്ക് ഒരു കൊച്ചു ഹാൾ ടിക്കറ്റ് കൊണ്ടുവന്നു, ഇനി എന്നാ ഡെസ്കും ബെഞ്ചും കൊണ്ടുവരുന്നതെന്ന് പറയും. വിശ്വാസം കൂടി അന്ധവിശ്വാസമായി. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ ചെയ്തു 50-ൽ 40 മാർക്ക് മേടിച്ചുകൊണ്ടിരുന്ന കൊച്ചിനോടും ചില അപ്പന്മാർ ചോദിക്കും എന്തിനാടാ ബാക്കി 10? ആ കണ്ണിന്റെ കുഴപ്പമാണ്. പണ്ട് അപ്പന് കിട്ടിയ എല്ലാം കൂടെ 10 മാർക്കാണ്. ഇത് മറന്നിട്ടാ ചോദിക്കുന്നത്. എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരു ജ്ഞാനമുള്ള കണ്ണ്, ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിപാകതയുള്ള കണ്ണ്. രണ്ടാമത് പറയുന്നുണ്ട് ദൈവവിളി അനുസരിക്കുന്ന കാത്. ദൈവമക്കളെ, ഈ 3 ദിവസം ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയല്ല ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ദൈവികമായി നമ്മൾ അറിയാതെ കുറെ ജീവിതത്തിന്റെ ഫീലിങ്സിൽ നല്ല ശബ്ദങ്ങൾ കിട്ടും, നമ്മൾ അറിയുന്നില്ല. അത് നമ്മൾ കണ്ടെത്തണം. അത് പള്ളിയിൽ നിന്നേ കിട്ടൂ. ആരും അറിയാതെ പള്ളി ഉപയോഗിക്കണം ദൈവമക്കളെ. അത് ദൈവവിളി അനുസരിക്കുന്ന കാത്. മൂന്നാമത് പറയുന്നുണ്ട് സുഗന്ധവാസന ശ്വസിക്കുന്ന ക്രാണം. പണ്ടൊക്കെ അമ്മമാർ പള്ളിയിൽ പോയിച്ചു വന്നാൽ ഈ ഉടുക്കുന്ന ഡ്രസ്സൊക്കെ കൊണ്ട് വെയിൽ കൊള്ളിച്ച് ശാന്തമായി മടക്കി വെക്കും. കാര്യം അതിനൊരു സുഗന്ധമുണ്ട്. നാലാമത് പറയുന്നു ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യ്. ടു സെർവ് ടു ഗ്ലോറി ഓഫ് ഗോഡ്. കൊടുത്ത് ദൈവമഹത്വം പ്രാപിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. അഞ്ചാമത് പറയുന്നതാണ് സ്തോത്രങ്ങൾ ആസ്വദിക്കുന്നതായി. എല്ലാ കാര്യത്തിനും ഒരു നന്ദിയുള്ള പലരും പറയാറുണ്ട്, അച്ഛാ ഇവിടുത്തെ സഭയിലെ സ്തുതിയും സ്തോത്രവും ഇല്ല. ആര് പറഞ്ഞ കൗമയൊന്ന് ചൊല്ലി നോക്ക്, 19 സ്തുതി അതിൽ തന്നെ ഇല്ലേ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, തൻ്റെ സ്തുതികളാൽ ദൈവമേ നീ പരിശുദ്ധൻ. ഇതെല്ലാം സ്തുതിയാ. ഈ സഭയുടെ ആ സ്ട്രക്ചർ, ഇന്നലെ കൊട്ടാരക്കര ഭദ്രാസന സ്കിറ്റ് ഞാൻ അതിൻ്റെ ആശയം പറഞ്ഞു കൊടുത്ത്. ഈ പലർക്കും കുർബാനയും ബൈബിളും തമ്മിലുള്ള അടിസ്ഥാനം പോലും ഇന്നും അറിയത്തില്ല. യേശുക്രിസ്തു നമുക്ക് തരുന്ന 7 അയാംസ് ആണ് കുർബാനയുടെ ഏറ്റവും വലിയ ശക്തി. ആ 7 ധൈര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. അത് 7 കുർബാനയിൽ കണക്റ്റഡാ. ഒന്ന് ഇന്നലെ പറഞ്ഞൊന്ന് വിശദീകരിക്കാം. ഒന്ന്, ഞാൻ ലോകത്തിന്റെ പ്രകാശം, അതെവിടെ? കുർബാനയിൽ. വെളിവ് നിറഞ്ഞൊരു ഈശോ. 2, ഞാൻ നല്ല ഇടയനാകുന്നു. വൈദികർ വായിക്കുന്ന സെതറയുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പലരും പറയുന്ന വെച്ചാൽ ഇവിടെ കുർബാനയും ബൈബിളും തമ്മിൽ ബന്ധമില്ല. ആര് പറഞ്ഞു? ഇതിലെ ഓരോന്നും നോക്കേ. 1, ഞാൻ ലോകത്തിന്റെ പ്രകാശം, വെളിവ് നിറഞ്ഞൊരു ഈശോ. 2, ഞാൻ നല്ല ഇടയൻ, സെതറയിൽ. 3, സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, യജമാനൻ വരുമെന്നേരത്ത്. 4, ഞാൻ വാതിലാകുന്നു, അൻപുടയോനെ നിൻവാതിൽ. ശരിക്കും പറഞ്ഞ പ്രിയമുള്ളവർ, ഈ അൻപുടയൻ എന്നുള്ള പാട്ടിലാണ് മറയിട്ടിട്ട് കാസായും ബിലാസിൽ നിന്നും അച്ഛന്മാർ അപ്പം എടുത്ത് മുറിച്ച് കണ്ണുനീർ വീഴ്ത്തി ഈ സമയത്ത് പാടുന്ന അൻപുടയൻ. പണ്ട് ഒറ്റ രാഗമേ ഉള്ളൂ. എൻ്റെ കൂടെ 2 വരിയൊന്ന് പാടി, പഴയ രാഗത്തിൽ. എല്ലാവരോടും പാടണം. അൻപുടയോ നേ നിൻ വാതിൽ മൂട്ടുന്നു ദാസനാദം ബാറയ്ക്കുമോ കുറിയേ. അപ്പോൾ 4 പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, അൻപടയോനെ നിൻ വാതിൽ. 5, വഴി സത്യവും ജീവനുമാകുന്നു. ഞാൻ സത്യപ്രഭയൊന്നുടയോ താൻ അന്തേവാസികളോടോതി. 6, ജീവന്റെ അപ്പമാകുന്നു. ഓരോ വിശ്വാസിയുടെ അധരങ്ങൾ കുർബാന വെച്ച് തരുമ്പോൾ പറയുന്നുണ്ടല്ലോ, കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും സഭയിലെ സത്യവിശ്വാസികൾക്ക്. 7 പറയുന്നു, പുനരുദ്ധാനവും ജീവനും. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനം. നോക്കി, നമ്മളെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ കുർബാനയിലൂടെ 7 ധൈര്യങ്ങളാണ് നമുക്ക് തരുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പലപ്പോഴും കുർബാനയ്ക്ക്, ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും കുർബാന കൗമേൽ തുടങ്ങി കൗമേൽ അവസാനിക്കും. അത് കഴിഞ്ഞൊരു ജന്മദിനവും വിവാഹ വാർഷികവും ഒക്കെ നടത്തരുതെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം കൽപ്പന പോലും വന്നിരിക്കുന്നത്. രാവിലെ 7:30 മുതൽ ഒരു 10 മണി വരെ വന്ന് കൈയും കാലും മുട്ടൊക്കെ അല്പം വേദനിക്കും. പക്ഷെ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്, എത്ര ത്യാഗം സഹിച്ചും ആ കുർബാനയെ ചിലപ്പം കാലും കൈയൊക്കെ ഒന്ന് മാറി മാറി ചവിട്ടും. പക്ഷെ ഇതൊരു ത്യാഗത്തിന്റെ ശുശ്രൂഷയാണെങ്കിൽ ആ കുർബാന കഴിയുമ്പോൾ നിങ്ങളുടെ വേദന മാറും.
യാതൊരു ഡൗട്ടുമില്ല. അവിടെ നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. വൈദിക സെമിനാറിൽ ഞാൻ പഠിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, അവിടെ ഒരു എസ്തേർ അമ്മച്ചിയുണ്ട്, നടു റാ പോലെ വളഞ്ഞിരിക്കുക. എല്ലാ നമസ്കാരത്തിനും വരും, കുർബാനയ്ക്ക് സ്തുപ്തം വായിക്കുമ്പോൾ പോലും ഇരിക്കില്ല, നേരെ പോയി ജനലിൽ അവിടെ നിന്ന് വീണ്ടും നിന്നുകൊണ്ട് വായിക്കും, കാരണം എല്ലാവരെയും കാണാൻ നിൽക്കണ്ടെന്ന് ധരിച്ചുകൊണ്ട്. കോയമ്പത്തൂർ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവിടെ ജോലിക്ക് ചെയ്യുന്നൊരു പയ്യനെ ഇതുപോലെ ഞാൻ ശ്രദ്ധിച്ചു. അവൻ നിൽക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇരിക്കാറില്ല, കരയാറുണ്ട്. 22 വയസ്സുള്ളൊരു പയ്യൻ കരയണമെങ്കിൽ അവൻ്റെ ആത്മീയ തീഷ്ണത. ഞാൻ ചോദിച്ചു, മോനെ കുടുംബത്തിൽ വല്ല രോഗമോ? ഒന്നുമില്ലച്ച, പക്ഷെ കുർബാനയുടെ പവർ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, അന്നു മുതൽ വിശുദ്ധീകരണത്തിലൂടെ ഞാനിതിൽ എൻ്റെ കണ്ണുകൾ, എൻ്റെ മനസ്സ് ഇതൊന്നും മാറാതെ ഞാൻ നിൽക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, രണ്ടാമത്തെ പോയിന്റും സമയച്ചൊരുക്കം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കുർബാന നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പം 2 കാര്യങ്ങൾ ഓർക്കണം. നമ്മൾ ഒന്നാകാൻ വിളിക്കപ്പെടേണ്ടവരാണ്, കോൾ ടു ബി യുണൈറ്റഡ്. 2, നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടവരാണ്. 3, ക്ഷമയിലൂടെ നേടിയെടുക്കേണ്ട 3ാമത്തെ ഒരു ക്വാളിറ്റിയാണ് ടേക്കൺ ടു ബി ബ്രോക്കൺ, ഒന്നാകാൻ മുറിക്കപ്പെടേണ്ടവരാണ്. ഒന്നാകാൻ മുറിക്കപ്പെടേണ്ടവരാണ്. യേശുക്രിസ്തു കാൽവറിയിൽ യാഗമായത്, ആ തിരുശരക്തങ്ങൾ നമുക്ക് തന്നത് നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുവാൻ വേണ്ടിയും. ഹഗായി പ്രവചനം 1:4 പറയുന്നുണ്ട്, ഈ ആലയം ശൂന്യമായിരിക്കെ നീ തട്ടിട്ട ഭവനങ്ങൾ പോയി പാർക്കരുത്. നമ്മുടെ എല്ലാം ധാരണ ഈ കുർബാനയൊക്കെ കൊണ്ടിട്ട് എപ്പോഴും എമ്മാവൂസിലേക്ക് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വായിച്ച വേദഭാഗത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കുർബാന കൊണ്ടപ്പോൾ അവരുടെ കണ്ണു തുറന്നു. പക്ഷെ യൂദായ്ക്ക് ഇത് കൊണ്ടപ്പോൾ സാത്താനാ കയറിയത്. 2 കുർബാനയാണ്. പശുവിൻ്റെ പാല് നല്ലതാണ്, എടുക്കുന്ന പാത്രം മോശമാണെങ്കിൽ കുർബാന പാലിൻ്റെ കുഴപ്പമല്ല, പാത്രത്തിൻ്റെ കുഴപ്പമാണ്. എപ്പോഴും ഓർക്കുക, കുർബാനയ്ക്ക് അതുകൊണ്ടാണ് കുർബാന കഴിഞ്ഞ് വേറെ ഒരു പ്രാർത്ഥനയും നടത്തരുതെന്ന് പറയാൻ കാരണം, കുർബാനയിൽ 5 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ മന്ത്രമായി പതിയണം. വർഷിപ്പ് വിത്ത് ഫയർ, വർഷിപ്പ് വിത്ത് ഫ്ലവർ, വർഷിപ്പ് വിത്ത് ഫ്രൂട്ട്, വർഷിപ്പ് വിത്ത് വാട്ടർ, വർഷിപ്പ് വിത്ത് സോങ്. പെട്ടെന്ന് ഒന്നുകൂടെ വിശദീകരിക്കാം. വർഷിപ്പ് വിത്ത് ഫയർ, ഇതിൽ തീ ഉണ്ട്. തീയല്ലോ ഈ മദ്ബഹ, വൈദികൻ എടുക്കുന്ന കുർബാന, ഈ പള്ളി, ഈ ദേവാലയം, മദ്ബഹ എല്ലാം തീയാണ്. 2, വർഷിപ്പ് വിത്ത് ഫ്ലവർ, ഇതിൽ പൂക്കളുണ്ട്. ഓശാനയ്ക്കും ഒക്കെ നമ്മൾ പൂക്കൾ ഉപയോഗിക്കും. 3, വർഷിപ്പ് വിത്ത് ഫ്രൂട്ട്, ഈ ഗോതമ്പപ്പവും വീഞ്ഞും ഫലങ്ങളുടെയാണ്. 4, വർഷിപ്പ് വിത്ത് വാട്ടർ, ഇതിൽ വെള്ളമുണ്ട്. 5, വർഷിപ്പ് വിത്ത് സോങ്, ഇതിൽ പാട്ടുണ്ട്. ഇത് 5 ഒരുപോലെ അടങ്ങിയിരിക്കുന്ന വിശുദ്ധ കുർബാന. ആ കുർബാനയിൽ നമ്മൾ കാൽവറിൽ യാഗമായ യേശു തമ്പുരാനെ ധ്യാനിച്ച്, മാത്രമല്ല തലേന്ന് വൈകിട്ട് പ്രിയമുള്ളവരെ 7 സങ്കീർത്തനം വായിക്കാതെ കുർബാന കൊള്ളരുത്. 6, 32, 38, 51 കുറിക്കേണ്ട കുർബാന ക്രമത്തിന്റെ അവസാനമുണ്ട്. 32, 38, 51, 102, 129, 142, 51 സങ്കീർത്തനം 3 പ്രാവശ്യം ചൊല്ലാതെ ഒരു പുരോഹിതന് മദ്ബാഹിക്കകത്ത് കയറാൻ അനുവാദമില്ല. സന്ധിക്ക്, പ്രഭാതത്തിന്, തുയോബയ്ക്ക് രഹസ്യമായിട്ട് ഇതെല്ലാം ചൊല്ലി നിങ്ങളൊന്ന് കുർബാന കൊണ്ട്, ഞാൻ പറയുന്നു, കുർബാന കൊണ്ട് വെളിയിലിറങ്ങുമ്പം ഈ ശാസ്താംകോട്ട നദിയിൽ സൂര്യൻ ഉദിക്കുന്നത് കാണാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തെങ്ങുകൾ കത്തുന്ന അത്ര പവറാണ്. അതുകൊണ്ട് ആ പിതാക്കന്മാർ 2 പേരിൽ ഈ കുർബാനയ്ക്ക് മാത്രമേ പേരുള്ളൂ. 1, ദ സാക്രമെന്റ് ഓഫ് സാക്രമെന്റ്സ്, ദ മെഡിസിൻ ഓഫ് ഇമോർട്ടാലിറ്റി. കുർബാന കൊണ്ട് ക്യാൻസർ മാറിയ പയ്യൻ കോട്ടയം വള്ളിക്കാട്ട് ദേറയ്ക്ക് അടുത്തുണ്ട്. ഞാൻ സെമിനാരിൽ 2ാം വർഷം പഠിക്കുമ്പം കാലം ചെയ്ത ഔഗൻ തിരുമേനി, അന്ന് ഔഗാൻ റംബാന, ഞാൻ അന്ന് മിഷന് പോയി. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വന്ന് 36 ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ പയ്യൻ, അവനും എൻ്റെ അമ്മയും മനോരമ പത്രം വായിച്ചിട്ട് അതിൽ നിന്ന് മുട്ടുമേൽ 1.5 മണിക്കൂർ സങ്കീർത്തനം വായിച്ച് എല്ലാ ശനിയാഴ്ച റംബാച്ചൻ കൊണ്ട് കുർബാന കൊടുക്കും. കുർബാന കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ മൂക്കിലൂടെ ബ്ലഡ് വന്ന് തളർന്നു വീണു. റംബാച്ചൻ പറഞ്ഞ വരി, മോനെ നീ വിശ്വസിച്ച് ഈ കുർബാന അനുഭവിക്കുക. പ്രിയമുള്ളവരെ, 4ാമത്തെ ആഴ്ച അവൻ പറയുക, എൻ്റെ കാൽ വന്ന് ആരോ തട്ടി. യേശുവൊന്നും ഞാൻ കണ്ടില്ല, പ്രകാശമൊന്നും ഞാൻ, പക്ഷെ തട്ടിയെന്ന് എനിക്കറിയാം. അവൻ്റെ ക്യാൻസർ മാറി. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ബന്ധുക്കൾ ഇവിടെ കാണാം. അവനിന്ന് കുവൈറ്റിൽ ജോലി ചെയ്യുക. 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ ഉള്ളപ്പോൾ അവനെ നേരിട്ട് കണ്ടു. മറക്കരുത്, അത്ര പവറാണിത്. നിസ്സാരത കളിക്കാനുള്ളതല്ല ഇത്. ഇപ്പോഴും നമുക്കറിയാം, നമ്മുടെ പുരുഷന്മാരെക്കാൾ സ്ത്രീകളൊക്കെ പള്ളി വരും. എന്ത് ഒരുക്കത്തോട് വരുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ ആ സമയത്ത് മൊബൈൽ എടുത്തുകൊണ്ട് വെളിയിൽ പോയി. ഞാൻ ആരെയും മൊബൈൽ എടുക്കുന്നവരെ കുറ്റം അത്രയ്ക്കും നല്ലൊരു ഗിഫ്റ്റാണിത്. പക്ഷെ ഇത് ഒരു സർജറി നടക്കുമ്പോൾ നമ്മൾ മൊബൈൽ എടുക്കുമോ? ICUവിൽ കിടന്നാൽ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലുതാണ് ഈ ജീവനുള്ള ബലി. ഇന്ന് ഈ
കോൺഫറൻസ് തീരുമാനമെടുക്കണം. ദൈവമേ, ഇനിയെങ്കിലും ദേവാലയത്തിനകത്ത് വെച്ച് മേലാൽ, ഇത് ഞാൻ കർത്തൂപ്പായിട്ടുണ്ട് പറയുന്നത് ഞാൻ ചെയ്യാറില്ല, വെറുതെ ഇരുന്നാൽ പോലും പ്രിയമുള്ളവരെ പള്ളിക്കകത്ത് വെച്ച് ഞാൻ മൊബൈൽ തൊടാറില്ല. അറിയാതെ കാണും 1-2 പ്രാവശ്യം കോള് വന്നപ്പോൾ ആ സമയത്ത് എടുത്തുകൊണ്ട് ഞാൻ വെളിയിൽ പോയിട്ടേ ഉള്ളൂ. കാരണം ജഡമനുഷ്യൻ ജഡത്തിൽ നാശത്തെ കൊയ്യും, ആത്മമനുഷ്യൻ ആത്മാവിൽ നിത്യജീവനെ പ്രാപിക്കും. വേർഡിലി മാനുമുണ്ട്, വേൾഡിലി മാനുമുണ്ട്. വചനം കൊണ്ട് ജീവിക്കുന്നവനുണ്ട്, ലോകം കൊണ്ട് ജീവിക്കുന്നവനുണ്ട്. നമ്മൾ ഓരോ ദിവസവും കഴിയും തോറും ഇത് എന്ത് യൂസ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നീടാണ് പാമ്പാക്കുട നമസ്കാരത്തിൽ ഒരു വരിയുണ്ട്, അയ്യോ എന്നുടെ സമയവുമേ കാലവുമെല്ലാം പോയല്ലോ, എൻ പിഴ വലുതാം ദൈവമേ എന്നോടങ്ങു പൊറുക്കണമേ, അനുതാപത്താൽ എന്നയനം നനയുന്നെങ്കിലും അനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ, കരുണാക്കടലെ പൊറുക്കണമേ. തമ്പുരാൻ നമുക്ക് എല്ലാം നത്തിങ് ഈസ് ബാഡ് എന്നല്ലേ, ഒന്നും തിന്മയൊന്നുമല്ല. പക്ഷെ യൂസ് ചെയ്യുന്ന മെത്തേഡുണ്ട്. അതെങ്ങനെയാണെന്ന്, ഫോൺ വിളിക്കുന്ന എന്താ തെറ്റ്, അല്പം TV കണ്ടാൽ എന്താ തെറ്റ്, തമാശ പറയുന്നതിൽ എന്താ തെറ്റ്? പക്ഷെ ഓരോന്നിനും ടൈം വേണം. സത്യമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും. എല്ലാവരും പറയും അവൻ അങ്ങനെ ചെയ്യുന്നു, ഇവൻ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പോകേണ്ടവരല്ല നമ്മൾ നീന്തുന്നതിനെതിരെ ഒരു നല്ല വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടവരാണെങ്കിൽ ഇത് കുടുംബ ജീവിതത്തിലൂടെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ 2 പോയിന്റ് എന്താ? കോൾ ടു ബി യുണൈറ്റഡ്, ഒന്നാകാൻ വിളിക്കപ്പെടണം. 2 നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടണം. 3 ടേക്കൺ ടു ബി ബ്രോക്കൺ, ഒന്നാകാൻ മുറിക്കപ്പെടണം. ശരിക്കും നമ്മുടെ വീട് തന്നെ ഒരു കുർബാനയുടെ അനുഭവത്തിലാണ്. നമ്മുടെ വിവാഹ കൂദാശയുടെ മിന്നു കെട്ടിയിട്ടൊരു വരി കേട്ടിട്ടില്ലേ? മശിഹ സഭയ്ക്ക് വേണ്ടി സ്വന്തം പ്രാണനെ സമർപ്പിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവനെ ത്യജിക്കുന്നതാണ് കുടുംബജീവിതം. എനിക്ക് ദൈവം തന്ന ഭർത്താവ്, ദൈവം തന്ന ഭാര്യ. ചോദിക്കട്ടെ, വിവാഹ കൂദാശ അവസാനിക്കുന്ന എപ്പോഴാ? 2 പേരിൽ ഒരാൾ മരിക്കുമ്പോഴാ. ഇരുമയല്ലവരീ ധരമേലൊരു നാളും ഏക ശരീരം പോൽ വാഴണമെന്നാളും ആദിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. മണവാളന്റെ മണവാട്ടിയുടെയും കൈ പിടിച്ചിട്ട് അതിൻ്റെ അടിയിൽ അച്ഛൻ്റെ കൈയും കൂടെ വെച്ച് പറയുന്ന വരി കേട്ടിട്ടില്ലേ? മക്കളെ, കല്യാണത്തിന് മക്കളെ എന്ന് വിളിക്കുന്ന ഒറ്റ വരി അവിടെ ഉള്ളൂ. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ, സ്ലീബ, ഏവൻഗേലിയോൻ, ജനക്കൂട്ടം, ഹൃദയവിചാരങ്ങൾ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. യേശു കാൽവറിയിൽ യാഗമായതുപോലെ എനിക്കെൻ്റെ ഭർത്താവിന് വേണ്ടി, എനിക്കെൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എനിക്കെൻ്റെ മക്കൾ, ഒന്നും പ്രതീക്ഷിച്ച് ആരെ സ്നേഹിക്കരുത്. അഗാപ്പെ, അത് അൺകണ്ടീഷണൽ ലവ് ആണ്. ഫിലയോ, പ്രിയമാണ്. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വരിയുണ്ട്, ബറിയോന ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു. എന്താ അവിടെ മറുപടി പറയുന്നത്? ഊ കർത്താവെ ഞാൻ നിന്നെ. അങ്ങനാണോ അവിടെ പറയുന്നത്? ഇനി നിങ്ങൾ മിണ്ടത്തുമില്ലെന്ന് എനിക്കറിയാം. ബറിയോന ശീമോനെ നീ എന്നെ സ്നേഹിക്കുന്നു, ഊ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നല്ല, ഊ കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നാണ് അവിടെ പറയുന്നത്. ഈ സ്നേഹം അഗാപ്പയും പ്രിയം ഫിലയോ. രണ്ടാമത് വീണ്ടും ചോദിച്ചു, ബറിയോന ശീമോനെ നീ എന്നെ സ്നേഹിക്കൂ, കർത്താവേ എനിക്ക് നിന്നോട്. മൂന്നാമത് സ്നേഹമുണ്ടോന്നല്ല, കാരണം സ്നേഹം അൺകണ്ടീഷണലാണ്, പ്രിയം കണ്ടീഷനിലാണ്. മൂന്നാമത് ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഊ കർത്താവേ ഉണ്ട്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്. നീ യുവാവായിരുന്നപ്പോൾ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു, നീ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും നിന്റെ അര മറ്റുള്ള ഒരാൾ കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് സർവശക്തൻ നമുക്ക് തന്നിരിക്കും ഈ ഒരു ആയുസിൽ ഓരോ സെമിനാറുകളും ഓരോ ധ്യാനങ്ങളും പ്രസംഗത്തിന് വിലയിടാൻ ആർക്കും പറ്റും, അതിന് അഡ്രസ്സ് കൊടുക്കാനും നമുക്ക് സാധിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി തമ്പുരാൻ നമുക്ക് തന്ന ഈ ക്ഷമയുടെ ജീവിതത്തിൽ റോമാലേഖനം 12:5 പലരായ നാം ക്രിസ്തുവിൽ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളുമായി തീരാൻ കോൾ ടു ബി യുണൈറ്റഡ്, ഒന്നാകാൻ വിളിക്കപ്പെടണം. നീഡ് ടു ബി സാങ്ക്ടിഫൈഡ്, ഒന്നാകാൻ വിശുദ്ധീകരിക്കപ്പെടണം. ടേക്കൺ ടു ബി ബ്രോക്കൺ, ഒന്നാകാൻ മുറിക്കപ്പെടണം. അതിന് 4 വരി പ്രാർത്ഥന. അതാരും തലേ തുണിയിട്ടൊന്നും പ്രാർത്ഥിക്കേണ്ട, കേട്ടിരുന്നിട്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് പിതാക്കന്മാരുടെ വരികൾ ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്, എൻ്റെ കൂടെ കേട്ടിരുന്നേ. ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ, ചൊല്ലിയേ. ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പകരണമേ.
ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. ഇത് കുർബാനയ്ക്കും കുടുംബ പ്രാർത്ഥനയ്ക്കും ഒന്നും നമ്മൾ വെറുതെ ഇന്ന് ബോറടിക്കുകയും ടെൻഷൻ അടിക്കുമ്പോഴും ഈ ചെറിയ 4 വരി പ്രാർത്ഥന അതെല്ലാം കണക്റ്റഡാ. ഒന്ന് മുഖത്തിൻ്റെയാ, ദൈവമേ നിന്റെ തേജസ് എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. 2 മനസ്സിൻ്റെയാ, ദൈവമേ നിന്റെ ഹൃദയം എന്നിൽ പ്രകാശിപ്പിക്കണമേ. ദൈവമേ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ നിന്റെ വഴികളിലൂടെ എന്നെ നടത്തണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ സഹായിക്കുമാറാകട്ടെ.